ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കട്ട്ലം ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇന്ന് ആഗ്ര ഫോർട്ട് കാണാം. ഞാൻ ചേച്ചി വന്നപ്പം ചേച്ചിയും കൊണ്ട് ആഗ്ര ഫോർട്ടും താജ്മഹലും കാണാൻ പോയി. നമുക്ക് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് ടൂറിസ്റ്റ് ബസ്സുണ്ട്. 700 രൂപ, 1500 രൂപ, 100 രൂപ, അങ്ങനെ പല റേറ്റിലാണ്. രാവിലെ 5 മണിക്ക് നമുക്ക് പോകണം. പല സ്ഥലങ്ങളിൽ നിന്ന് അവർ പിക്ക് ചെയ്തോളും. അങ്ങനെ ഞങ്ങളെല്ലായിടവും കാണാൻ വേണ്ടി ഇറങ്ങി. ആഗ്ര ഫോർട്ട് 9 ആകുമ്പോൾ ഓപ്പൺ ചെയ്യും. നമുക്ക് ടൂർ പാക്കേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഗ്ര ഫോർട്ട്, താജ്മഹൽ, വൃന്ദാവൻ, മധുര, ഇത്രയും സ്ഥലങ്ങൾ കാണാൻ പറ്റും. പക്ഷേ വൃന്ദാവനൊക്കെ അങ്ങ് ലാസ്റ്റ് നമുക്ക് ഒത്തിരി ലേറ്റായിട്ടാണ് കാണാൻ പറ്റുന്നത്. പലയിടത്തും ചീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബസ്സിൽ അവർ തന്നെ ടിക്കറ്റൊക്കെ എടുത്തു തരും. അതുപോലെ തന്നെ ഒരു ഗൈഡ് നമ്മുടെ കൂടെ വരുന്നതായിരിക്കും. അവർക്കൊന്നും പൈസയൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഫോൺ അലൗഡാണ്, പക്ഷെ ചെറിയ ബാഗും, അല്ലാതെ വലിയ ബാഗുകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് വണ്ടിയിൽ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ ക്ലോക്ക് റൂമുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കൊരു വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ ഒരു ദിവസം കാണാനുള്ള കാഴ്ചകളുണ്ട്. ടൂർ പാക്കേജിൽ പോവുകയാണെങ്കിൽ അവർ ടൈം പറയും, ആ ടൈമിൽ തന്നെ നമുക്ക് ചെല്ലണം. ഇനി നമുക്കിതിൻ്റെ കഥകൾ കേൾക്കാം. ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെറിയൊരു കോട്ടയായിരുന്നു ഇത്. അതിനുശേഷം മുഗൾ വംശം പിടിച്ചടക്കിയപ്പോൾ അക്ബർ ആണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. അപ്പോൾ അക്ബർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലായിടത്തും ചുമന്ന കളറ് അടിച്ചേക്കുന്നത് കണ്ടല്ലോ, അതെല്ലാം അക്ബർ അടിച്ചതാണ്. അതിനുശേഷം നമ്മുടെ ഷാജഹാൻ വന്നപ്പോൾ ഷാജഹാന് വൈറ്റ് മാർബിളിനോട് ഭയങ്കര സ്നേഹമായി. അങ്ങനെ ഈ എല്ലായിടവും വൈറ്റ് മാർബിൾ ഒട്ടിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ ഗാർഡനൊക്കെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നിട്ട് സെപ്പറേറ്റ് വെച്ചതാണ് ഈ ഗാർഡനൊക്കെ. പിന്നെ ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെയായിരുന്നു. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഭിത്തിയിൽ ഇടയ്ക്കിടയ്ക്ക് വൃത്താരത്തിലുള്ള കൂറ്റം കൊത്തളങ്ങളൊക്കെ ഉണ്ട്. സുരക്ഷയ്ക്കായി ഈ ഭിത്തികൾക്ക് പുറത്ത് കിടങ്ങുകളും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് യമുനാ നദിക്ക് സമാന്തരമായിട്ടാണ് ഇത് പണിതേക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഇതെല്ലാം വൈറ്റ് മാർബിളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ചുമന്ന കളറായിരുന്നു. അതിന് ശേഷമാണ് ഇതെല്ലാം വൈറ്റ് ആക്കിയേക്കുന്നത് ഷാജഹാൻ വന്നതിന് ശേഷം. ഈ ചെറിയ ചെറിയ അറകളെല്ലാം അന്തപുര സ്ത്രീകൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്, ദാസിമാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ നമ്മളങ്ങ് കോട്ടയുടെ 4 വശങ്ങളായിട്ട് 4 കവാടങ്ങളുണ്ട്. ഇതിൽ കിഴക്ക് വശത്ത് ക്രിസി ഗേറ്റ് യമുനാ നദിയിലേക്കാണ് തുറക്കുന്നത്. പിന്നെ പടിഞ്ഞാറ് വശത്ത് നഗരത്തിൽ അഭിമുഖമായി നിൽക്കുന്നത് ഡൽഹി ഗേറ്റാണ്, കോട്ടയുടെ പ്രധാന കവാടം. പിന്നെ ഡൽഹി ഗേറ്റ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെയൊന്നും നമുക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് നമുക്ക് തെക്ക് ഭാഗത്തുള്ള അക്ബർ, ദർവാസ, ലഹർ ഗേറ്റ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഗേറ്റിൽ കൂടിയാണ് നമുക്കെല്ലാം പ്രവേശനം. ഈ ഗാർഡൻ കണ്ടില്ല, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അങ്കൂരി ബാഗ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതൊരു മുന്തിരിത്തോട്ടമായിരുന്നു പറയുന്നത്. പക്ഷേ ഇതിപ്പം നമ്മുടെ ഗവൺമെൻറ് പുതിയ പിന്നെ മരുന്ന് പോലത്തെ ഒരു ചെറിയ സസ്യമാണ് നട്ടുപിടിപ്പിച്ചത്. നല്ല ഭംഗിയാണ് കാണാൻ. ഷാജഹാൻ വന്നതിന് ശേഷമാണ് ഷാജഹാൻ താജ്മഹലിനോടൊപ്പം ഈ തോട്ടവും പണി കഴിപ്പിച്ചു. സമുദ്രാകൃതിയുള്ള തോട്ടത്തിൻ്റെ കിഴക്ക് വശത്ത് താജ്മഹലും മറ്റ് 3 വശത്തും സ്ത്രീകളുടെ അന്തപുരങ്ങളുമായിരുന്നു. ഇനി നമുക്ക് കാണാൻ പോകുന്ന ഈ ഒരു നിലവറയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സ്ത്രീകൾ കുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ താഴെയുള്ള ഈ നിലവറയിലായിരുന്നു അടയ്ക്കുന്നത്. അവിടെ ശ്വാസം കിട്ടാൻ ഭയങ്കര പ്രയാസം. അപ്പോൾ 1 അവർ അതിനകത്ത് അടച്ചിട്ട് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ശിക്ഷ പിന്നെ ചെയ്യാറില്ല. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷാജഹാൻ മുംതാസിന് മാത്രം പണിത റൂമാണ്. ഇതിൻ്റെ ഓരോ ഭാഗത്തും പണ്ട് കർട്ടനിട്ടും മറയ്ക്കുമായിരുന്നു. എന്നിട്ട് അകത്ത് എന്താ വെച്ചാൽ നോക്കിയോളൂ, എന്ത് ഭംഗിയാണെന്ന് പറയുക, ഫുള്ള് വർക്കാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ജനലുകളുണ്ട്. ആ ജനലുകൾ ശരിക്കും തണുപ്പ് സമയത്ത് ഒരു ഗ്ലാസ് വെച്ച് അടയ്ക്കും. അന്നേരം വെച്ചാൽ തണുപ്പ് വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ വിൻ്റർ ആകുമ്പോൾ അത് ഇളക്കി മാറ്റുമ്പോൾ നല്ല കാറ്റുകളും കാര്യങ്ങളും ഒക്കെ വരാൻ വേണ്ടി ഫുൾ വർക്ക് ചെയ്തേക്കുവാണ്. നല്ല ഭംഗിയാണ്. ഷാജഹാൻ മുംതാസിന് മാത്രം പണിത റൂമാണിത്. ഫുള്ള് ഈ കർട്ടനിട്ടിട്ട്, പണ്ടത്തെ കർട്ടനിട്ടിട്ട് അത് ഫുള്ള് മറയ്ക്കുമായിരുന്നു. പണ്ട് സ്ത്രീകൾക്ക് കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അവർ
ഒന്നിനും വാതിലുകളില്ലായിരുന്നു. നോക്കിയാൽ നമുക്ക് താജ്മഹൽ നല്ലതായിട്ട് കാണാം. പക്ഷേ ഫോഗ് കാരണം ഇപ്പം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും പിന്നെ ഇതും അക്ബർ ചെറുതായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. അത് ഫുള്ള് റെഡായിരുന്നു. അതിനെ ഷാജഹാൻ വൈറ്റ് മാർബിൾ ഫുള്ള് ചെയ്തതാണ്. ഈ റൂമിൻ്റെ പേര് ശരിക്കും ആരംഗ ഹി മുഗ്ദർ എന്നാണ്. നിങ്ങൾ ഈ 2 ഹോള് കണ്ടല്ലോ, ഇത് ശരിക്കും ആ കർട്ടന് വേണ്ടി ഇട്ട ഹോളുകളാണ്. അത് പിന്നെ നമ്മൾ ഗവൺമെൻറ് വന്ന് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറ്റിയതിന് ശേഷം ഓപ്പൺ ആക്കിയേക്കുവാണ്. ഓരോ വർക്കുകളും കണ്ട് ഇപ്പോഴും ഭയങ്കര ഭംഗിയാണ് കാണാൻ. എല്ലാം ഫുൾ വൈറ്റ് മാർബിൾ മാത്രം. ഇനി നമ്മൾ മുംതാസിൻ്റെ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇനി കാണാൻ പോകുന്നത് 2 റൂമുകളാണ്. അത് ഷാജഹാൻ്റെ പ്രിയപ്പെട്ട 2 പെൺമക്കളായിരുന്നു ജഹാനാറയും റോഷനാറയും. അവർക്ക് വേണ്ടി ഷാജഹാൻ പണി കഴിപ്പിച്ച മാളികയാണ്. വെണ്ണക്കല്ല് കൊണ്ട് നിർമ്മിച്ചതും ജലധാരയോട് കൂടിയതുമായ മനോഹരമായൊരു കുളവും ഈ മാളികയ്ക്ക് പണ്ട് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഫോഗ് ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അതുപോലെ യമുന നദിയും കാണാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? 2 പെൺകുട്ടികളുടെ റൂമുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഫുൾ വർക്ക് ചെയ്തേക്കുവാണ്. ഇതെല്ലാം ഈ വാതിലുകൾക്ക് പകരം പണ്ടത്തെ ആ കർട്ടൻ ഇട്ട് മറച്ചേക്കുന്നതായിരുന്നു. കാണാൻ പോകുന്നത് എന്താണെന്നറിയാം. ഇതാണ് ഷാജഹാൻ്റെ മകൻ ഔറംഗസീബ് തടവിലാക്കിയതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിലെ ഓരോ തൂണുകളും നോക്കിയോളൂ, ബ്ലാക്ക് സ്റ്റോണുകളാണ്, ബ്ലാക്ക് മാർബിൾസ് വെച്ചിട്ട് അത് ഒട്ടിച്ചേക്കുവാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തിനാണ് തടവിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജഹാന് ഒരു മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതു. അതിനുശേഷം ഷാജഹാന് മരിക്കുന്നതിന് മുമ്പ് ഷാജഹാന് കാലാ മഹൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണോടി പണിയാൻ വേണ്ടി യമുനയുടെ ഓപ്പോസിറ്റ് കരയിൽ പണിയാൻ വേണ്ടി എല്ലാം ചെയ്തു വെച്ചു. പക്ഷേ അന്നത്തെ കാലത്ത് നമുക്ക് വൈറ്റ് മാർബിൾ ഉണ്ടായിരുന്നു, കറുത്ത മാർബിൾ നമ്മുടെ ഇന്ത്യയിലായിരുന്നു. അത് ഇറക്കണമെങ്കിൽ വിദേശത്തുനിന്ന് ഇറക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഖജനാവ് ഫുൾ കാലിയാവും. അങ്ങനെയാണെങ്കിൽ ഖജനാവ് നഷ്ടമാവുമല്ലോ. അതിനു വേണ്ടി ഔറംഗസേബ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ റൂമിൽ ഷാജഹാനെ തടവറയിലാക്കി. പക്ഷേ ഫുൾ സൗകര്യം ചെയ്ത് കൊടുത്തിരുന്നു. ആ ജനലിൽ കൂടി നോക്കുകയാണെങ്കിൽ താജ്മഹൽ കാണാൻ പറ്റും, യമുന നദി കാണാൻ പറ്റും. പക്ഷേ ഈ ആഗ്ര ഫോർട്ട് വിട്ട് ഷാജഹാന് പുറത്തു പോകാനേ പറ്റില്ല. അതിനു വേണ്ടിയാണ് ചെയ്തത്. അങ്ങനെ ഷാജഹാൻ 7 വർഷമാണ് ആ തടവറയിൽ കഴിച്ചു കൂട്ടത്. പലയിടത്തും നമ്മളെ കയറ്റുകയില്ല, ഓപ്പാട് ജനങ്ങളെ കയറ്റുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഭാഗത്ത് റെസ്ട്രിക്ഷനാണ്. ഫുൾ സൈനികരുടെ പ്രൊട്ടക്ഷനുണ്ട് ഇതിനകത്ത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താ വെച്ചാൽ ജഹാംഗീറിൻ്റെ സിംഹാസനം.
ഇതിൻ്റെ പുറകിൽ യമുന നദിക്കപ്പുറത്ത് താജ്മഹൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. ജഹാംഗീർ അക്ബർ ചക്രവർത്തിയുമായി എതിർപ്പിലായിരുന്നു. ആ സമയത്ത് അലഹബാദ് വെച്ചാണ് ഈ സിംഹാസനം തനിക്കായിട്ട് പണിതത്. പിന്നെ അക്ബറിൻ്റെ മരണാന്തരമാണ് ഈ സിംഹാസനം ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ഇരുന്നുകൊണ്ടായിരുന്നു ഇവരെല്ലാ ചർച്ചകളും മന്ത്രിമാരുമായിട്ട് ചർച്ചകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒനിക്സ് എന്ന കല്ലുകൊണ്ടാണ് ജഹാംഗീർ ഈ സിംഹാസനം പണികഴിപ്പിച്ചത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഗൈഡ് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ കണ്ട ആ വലിയ ഒരു ഗാർഡൻ കണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പണ്ട് രാജ്ഞിമാർക്ക് വേണ്ടി ഉള്ള മാർക്കറ്റായിരുന്നു. എല്ലാ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലുമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഇവിടെയായിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ഇതിനകത്ത് തന്നെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് വന്നതിന് ശേഷം അത് പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ ആ സമയത്ത് സിംഹാസനത്തിൽ രാജാവ് മുകളിൽ ഇരുന്ന് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ പേരാണ് മീന ബസാർ. ഇപ്പം നമുക്ക് ശരിക്കും കോട്ടയ്ക്ക് വെളിയിൽ മീന ബസാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് നടത്തുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയേ. ഇതാണ് ചക്രവർത്തിയുടെ ഇരിപ്പിടം. അക്ബർ ചക്രവർത്തി ഇരുന്ന് ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ കഥകളിലൊക്കെ അക്ബറും ബീർബലിനോടുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അക്ബർ മുകളിലിരിക്കുമ്പോൾ ബീർബലിൻ്റെ സ്ഥലമാണ് ഈ കാണുന്ന പീഠം. ഇവിടെ ഇരുന്നുകൊണ്ടായിരുന്നു അക്ബറും ബീർബലിനോടുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും സംസാരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ഹോളാണ് ഇത്. നമ്മൾ ആദ്യം കണ്ടത് മന്ത്രിമാരും രാജാവും മാത്രം സംസാരിക്കുന്നതാണ്. ഇത് പക്ഷേ എല്ലാ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും മന്ത്രി എല്ലാവരും ഇരിക്കുന്ന ഒരു സഭയാണിത്. അപ്പോൾ നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞു. നല്ല ഗാർഡനും നല്ല അറേഞ്ച്മെൻറ്റുമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ഇതുപോലെ ഹോളിഡേ ഒക്കെ ആകുമ്പം കാണാൻ വരിക. നല്ല കാണാൻ വേണ്ടി ഇഷ്ടംമാതിരി സ്ഥലങ്ങളുണ്ട്. നല്ല ഭംഗിയാണ്. ഫുൾ വീഡിയോ കാണണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ സജഷൻസൊക്കെ പറഞ്ഞു തരണം. നല്ല തണുപ്പായിരുന്നു. ശരിക്കും ഫോഗും ഉണ്ടായിരുന്നു. തണുപ്പായപ്പം കണ്ടല്ലോ, നല്ല നല്ല പൂക്കളുകളാണ് ഇവിടെ എല്ലായിടം അടുത്തും. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്ക് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ടിക്കറ്റ് എടുത്തേക്കുന്നത് കളയാൻ പാടില്ല. ഇറങ്ങാൻ നേരത്ത് ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. നമ്മൾ കയറിപ്പോയ വഴി കൂടെ തന്നെയാണ് ഇറങ്ങി വരുന്നത്. ആ വരുന്ന ഭാഗങ്ങൾ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ഭിത്തികളുടെ ഇടയ്ക്ക് എക്കോയാണ്. അപ്പോൾ വരുന്നവരെല്ലാം കൈ കൊട്ടുകയും വിസിലടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ കണ്ടല്ലോ. സജഷൻസൊക്കെ പറയണം, വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബായ്.